ഒരു ദേശത്ത് ഒരു ദേവിക്ക് രണ്ട് ക്ഷേത്രങ്ങൾ. കൊല്ലങ്കോട്ട് വട്ടവിളയിലെ മൂലക്ഷേത്രവും വെങ്കഞ്ഞിയിലുള്ളത് ഉത്സവക്ഷേത്രവും. ഭഗവതിയുടെ തിരുനാളായ മീനഭരണി നാളിൽ ദേശക്കാരെല്ലാം വെങ്കഞ്ഞിയിലെത്തും. അവിടെയാണ് പ്രസിദ്ധമായ കൊല്ലങ്കോട്ട് തൂക്കം. പച്ചപ്പന്തലിൽ ആദ്യ എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനു പുറകെ ഒന്നായി ദേവിക്കുള്ള അർച്ചനയായി. തിരുവനന്തപുരത്ത് നിന്ന് 40 കിലോമീറ്റർ ദൂരെ കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ക്ഷേത്രമുള്ളത്. പഴയ തിരുവിതാംകൂറിന്റെ ഐതിഹ്യമാല കോർത്തുവെച്ച ഇടം. ക്ഷേത്രത്തിന്റെ പേരാണ് നാടിനും പകർന്നു കിട്ടിയത്. കത്തിയമരുന്ന വേനൽ ചൂടിനെ വകഞ്ഞുമാറ്റി ദേശാന്തരങ്ങൾ കടന്ന് ദേവിയുടെ തിരുനടയിൽ ഇക്കുറിയും ഭക്തരെത്തി. 1200ഓളം കുട്ടികൾ കൊല്ലങ്കോട്ടമ്മയ്ക്ക് മുന്നിൽ തൂക്കം നടത്തി. ലിയവീട്, കാടാക്കുറിച്ചി, കോവിൽവിളാകം, ഇടവിളാകം, കടയാംതോട്ടം, റാവം, കുറ്ററ, നെടുവിള, കുട്ടമംഗലം, പള്ളിത്തോട്ടം, ചാത്തറ എന്നീ 11 കുടുംബങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ക്ഷേത്ര ഭരണാധികാരികൾ. പത്തു ദിവസത്തെ കഠിന വ്രതമെടുത്ത് തൂക്കക്കാരൻ ഒരുങ്ങും. ഇതിൽ 7 ദിവസം ക്ഷേത്രത്തിൽ തന്നെ. പച്ചയും ചുവപ്പും നിറത്തിലുള്ള പട്ടാണ് വേഷം. രാവിലെയും വൈകിട്ടും നമസ്കാരവും. എന്നാൽ തൂക്കുദിനം പ്രത്യേക വേഷവിധാനങ്ങളാണ്. ഇരട്ട വില്ലുകളാണിവിടെ. വില്ലുകളെ തടികൊണ്ടുള്ള രഥത്തിൽ ഘടിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് തൂക്കക്കാരൻ ക്ഷേത്രത്തിനു ചുറ്റും 40 അടി പൊക്കത്തിൽ പ്രദക്ഷിണം വയ്ക്കും. ക്ഷേത്രത്തിന് ഒരു വലം വയ്ക്കുന്നതുവരെ തൂക്കക്കാരും കുഞ്ഞുങ്ങളും തൂക്കുവണ്ടിയിൽ കാറ്റത്താടി നിൽക്കും. ചുറ്റിനും ആൽമരത്തിന്റെ ശോഭ കൊണ്ട് അലങ്കൃതമായ ക്ഷേത്രമുറ്റത്താണ് തൂക്കം. സാക്ഷാൽ ആദിപരാശക്തിയുടെ 2 ഭാവങ്ങളായ ഭദ്രയുടെയും ദുർഗയുടെയും തിരുമുമ്പിലാണ് ഒരു വയസ്സ് തികയാത്ത കുട്ടികളുടെ തൂക്ക് നേർച്ച.